നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കൊന്നെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കിടപ്പേനാണ്. അവിടെ ഇന്നലെ കിടന്നിടത്ത് രാത്രി ഒരു 10 മണിയായപ്പോൾ അവിടെ നിന്ന് വണ്ടി വിട്ടു. 10-11 മണിയായപ്പോൾ വണ്ടി വിട്ടു. വണ്ടി വിട്ട് എനിക്ക് നേരത്തെ വന്ന പോലെ തന്നെ എനിക്ക് അവിടുന്ന് വണ്ടി എടുത്ത് അവിടുന്ന് ഒരു 6-7 ഒരു 10 കിലോമീറ്റർ പോകുന്നു. നമ്മൾ കടന്നിടത്ത് ഒരു 10 കിലോമീറ്റർ പോകുന്നപ്പോൾ നമ്മൾ ഇവിടെ മിസോറാം ബോർഡർ എത്തി. മേഘാലയ വെസ്റ്റ് ബംഗാൾ ബോർഡർ എത്തി. ഇനി ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ വണ്ടികളുണ്ട്, ഈ കിടക്കുന്ന വണ്ടികളുണ്ട്. ഇവന്മാരെ പോലത്തെ കുറേ വണ്ടിക്കാർ ഇങ്ങനെ കുത്തിക്കയറി വന്നിട്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കി. നമ്മളെപ്പോലെ ലൈനിൽ പറഞ്ഞ വണ്ടിക്കാർക്ക് പോകാൻ പറ്റില്ല. ഇവന്മാർ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ്. കുത്തിക്കയറി തിക്കും തിരക്കുണ്ടാക്കി വരും. അപ്പോൾ ഞങ്ങൾ കുത്തിക്കയറി, സംഭവം നമ്മൾ കുത്തിക്കയറാണ്ടൊക്കെ അറിയാൻ പാടില്ലാണ്ട് കുത്തിക്കയറാത്ത ആളല്ലേ. കുത്തിക്കയറാൻ വെച്ചാൽ നമ്മുടെ വണ്ടിയൊക്കെ ഒന്നും മതി ഇടിച്ച് പൊളിച്ച് പോകും. അത് കാരണം പിന്നെ നമ്മളാ പരിപാടി ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ പിന്നെ ഇപ്പോൾ കാലത്ത് തന്നെ പോയിട്ട് ചായ കഴിഞ്ഞ ദിനീഷിന് പല്ലുവേദന ഇതെങ്ങനെയും ഒന്ന് കടന്നു കിട്ടിയതായിരുന്നു. ഇന്ന് രാത്രിയേ വിടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇവിടുന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോ തുടങ്ങാം. ഭയങ്കര ജാം, 2 സൈഡിൽ നിറഞ്ഞു നടക്കണം. അത് ഈ അവിടെ നിന്ന് തന്നെ നമ്മൾ വണ്ടി കിട്ടപ്പോൾ കിടന്ന് പോരണ വണ്ടികളുണ്ടല്ലേ. ഈ പോരണ വണ്ടികൾ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ റോങ് സൈഡൊക്കെ കയറി വന്ന് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിടുമ്പം ബൊമ്മാർ കുത്തിച്ചേറ്റ് ബ്ലോക്ക് ഉണ്ടാക്കി പോകും. നമുക്കും അങ്ങനെ കയറി പോകാൻ അറിയാണ്ടല്ലോ. പക്ഷെ നമ്മൾ കയറിപ്പോൾ എന്താ കുഴപ്പമെന്നറിയോ, കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുമൊക്കെ പൊട്ടിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ രാത്രി 2-3 വണ്ടികൾ തട്ടുന്ന ഞങ്ങൾ കണ്ടു. ഇപ്പന്മാരൊക്കെ ഈ ഇവിടുത്തെ ലോക്കൽ വണ്ടികളാണ് മുഴുവൻ. ഈ സിമെൻറ്റും ഇതൊക്കെ ഓടുന്ന വണ്ടികളത് ലോക്കൽ വണ്ടികളാണ്. ഇവിടെ ഇനി വല്ല ഹോട്ടലിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പട്ടിണിയാവുക. നമ്മൾ മേഘാലയ പോകരുത്. ഇവിടെ ഒരു പാലമുണ്ട്. പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ മേഘാലയായി. ഇത് വണ്ടിയാണെന്നറിയോ, വേണ്ട ഷില്ലോങ് ഭാഗത്തുനിന്ന് വണ്ടികൾ വരുന്നുണ്ട്. ഷില്ലോങ് ഭാഗത്തുനിന്നുള്ള വണ്ടികൾ വിടുന്നുണ്ട്. നമ്മളെ വിടില്ല. നമ്മളെ വിടുന്ന 500 വണ്ടിയാണ് ഒരു ഇതിൽ വിടുന്നത്. 500 വണ്ടി കൂടുതൽ വിടില്ല. ഇന്ന് രാത്രി നമുക്ക് പാസ്. നമ്മളിപ്പോൾ ആ ഗേറ്റ് അടയ്ക്കുന്നതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മൾ നിൽക്കണം. അപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ മേഘാലയ. ആ പാലം കടന്ന മേഘാലയ അവിടേക്ക് എത്തി. നമ്മൾ എന്താ വണ്ടികൾ വരാണ്ട് അവിടെ നിന്നുള്ള വണ്ടികളാണ് ഇപ്പോൾ പകൽ വിടുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പകലായിരുന്നു ബ്ലോക്ക്. ഒരു വല്ലാത്ത വേറെ ഒന്നല്ലെങ്കിൽ ഈ വണ്ടി കിടപ്പാണെന്ന് ബുദ്ധിമുട്ട്. വണ്ടി എല്ലാം ഇന്നലെ നമ്മളവിടെ കിടന്നപ്പോഴേ നമ്മൾ കയറി വരാൻ കാരണം ഇങ്ങനെ കയറി വന്നാലേ ഇവന്മാർ വണ്ടിയൊക്കെ തല്ലിപ്പൊളിക്കും, മറ്റു അടിച്ചൊക്കെ പൊളിക്കും. ഒരു ലോക്കൽ വണ്ടിക്കാരെ ഇവന്മാർ തട്ടിച്ചും പിടിച്ചൊക്കെ പോയാലേ ഇന്നലെ രാത്രി 2-3 വണ്ടികൾ തട്ടിച്ചു കയറി വന്നിട്ട്. നമ്മളിപ്പോൾ കിടക്കുന്നിടത്ത് നമുക്കൊരു ഗുണം കിട്ടി. എന്താണെന്നറിയാം, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹോട്ടലുണ്ട്. വണ്ടി കിടക്കുന്നതിൻ്റെ ഒരു 100 മീറ്റർ ഇല്ലല്ലോ, 50 മീറ്റർ ഉള്ളൂ. 50 മീറ്ററുള്ള ഹോട്ടൽ കാരണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയിട്ടുണ്ട്. പൊടിയെന്ന് പറഞ്ഞാൽ നമുക്കിനി ബോർഡർ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോമീറ്റർ താഴെ ഉള്ളു ബോർഡറിലേക്ക്. 1/2 കിലോമീറ്റർ ഉള്ളു ബോർഡറിലേക്ക്. പക്ഷേ ഒരു ദിവസം 500 വണ്ടി ഉള്ളൂ. 500 വണ്ടി. അതാണ് ഈ വിഷയം പറയുന്നത്. ഈ 500 വണ്ടിക്ക് ഇവിടെ നമ്മൾ ഈ കിടക്കുന്നിടത്ത് തന്നെ 500 കിടക്കുന്നിടത്ത് തന്നെ ഇപ്പോൾ 500 വണ്ടി അവിടെ ഇവിടെയൊക്കെ കയറ്റി കേട്ടിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ഈ വിഷയം പാസ്സായി പോകാൻ പറ്റാത്തത്. നമ്മളൊരു മീൻകറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മീനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോറ് കഴിക്കാൻ നോക്കാം. ഇതാണ് ചോറ്. ഇനിയിപ്പോൾ മീൻകറി പറഞ്ഞിട്ടുണ്ട്. മീൻകറി വരുമ്പോഴത്തെ നമ്മുടെ തീറ്റ ഇവിടുത്തെ സ്റ്റൈൽ അങ്ങനെയാ. ഇപ്പോൾ മീൻകറി വന്നപ്പോൾ മീൻകറി അല്ലേ മീനല്ലേ ഇവിടെ ഒക്കെ ഉരുളക്കിഴങ്ങ് കിട്ടുന്നുണ്ടോ മീൻകറി വെക്കുക. മീനാ ഇവിടെ ഉരുളക്കിഴങ്ങ് കിട്ടി വെക്കുക. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നിടത്തുനിന്ന് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിന് അകത്താണെന്ന് പറഞ്ഞാൽ ബോർഡറിലേക്ക് എപ്പോൾ വിടുമെന്നൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അവിടെ നിന്നുള്ള വണ്ടികളാണ് ഇങ്ങോട്ട് പറയുക. ഇവന്മാർക്ക് തോന്നണ മാതിരിയാണ് ഇവന്മാർ വിടണേ. അവിടെ അണ്ണം വണ്ടി റബ്ബർ ഷീറ്റ് കയറി വന്ന എന്താ സ്മെല്ല്. റബ്ബർ ഷീറ്റ് കയറി വന്ന വണ്ടിയാ. ഇത് അഗർത്തലെന്ന് പറഞ്ഞ വണ്ടിയാ. കാറുകളൊക്കെ വിടുന്നുണ്ട്. ഇവിടെ വണ്ടി കിടക്കുന്നത് ഇവിടുന്ന് ഒരു 100 മീറ്റർ പുറകില്ല. നമ്മൾ ഇന്നലെ കിടന്നത് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പുറകിൽ.
വല്ലാത്തൊരു പറയലുണ്ട്. ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കിടക്കുന്നിടത്ത് തന്നെ ഉണ്ട് 500 വണ്ടി. ഇപ്പോൾ ഞാൻ ചില വണ്ടിക്കാരോട് 500 വണ്ടി വെച്ചാൽ വിടുന്നോളാം ഒരു ദിവസം. അത് എപ്പോൾ വിടുന്നുള്ളവർ അവന്മാർ തീരുമാനിക്കും. ഇന്നലെ കണ്ട് 7 മണിയാണ്ടായപ്പോൾ വിട്ടു. 7 മണിക്ക് വിട്ടു. 1 മണിക്കൂർ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ബ്ലോക്ക് ചെയ്തു, ബാൻ ചെയ്തു. അപ്പോൾ വിടുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഉണ്ട് 500 വണ്ടികൾ. ഓ, ഈ ഒരു ട്രിപ്പ് വെറുതെ എത്ര ദിവസമാണെന്നറിയാം വഴിയിൽ വെറുതെ കിടന്ന് പോണത്. ഇപ്പോൾ ഇവിടെ തന്നെ വന്നത് നമ്മൾ 2 ദിവസമായി. അങ്ങോട്ട് പോകുമ്പോൾ 2.5 ദിവസം. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ 2ാമത്തെ പകലാണ് നമ്മൾ ആൾട്ടിങ് ആയിട്ട് 2ാമത്തെ പകൽ. ഇവിടെ പിന്നെ ഒരു സൗകര്യം ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു 100 മീറ്റർ ഗ്യാപ്പിൽ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം പിന്നെ സമാനമുണ്ട്. ചായയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ട് ഒരു തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടം തേയിലത്തോട്ടങ്ങളാണ്. ഇവിടുത്തെ തേയിലത്തോട്ടം എന്താ വെട്ടി തുടങ്ങുന്നുണ്ടോ? ഇവിടുത്തെ ഇതൊക്കെ വെട്ടി തുടങ്ങിയുണ്ടോ? ഏക്കറണക്കിനുണ്ടത്. ഇത് ഈ പോണ നേരത്തല്ലോ ഈ വണ്ടികളെല്ലാം കൂടി ഈ കുത്തിക്കയറി വരുന്നതാണ്. ഇവരെല്ലാം വരി നിന്ന് പോകാൻ ഇത്രയും തിരക്ക് വരും. ഇതൊക്കെ ഇന്നലെ രാത്രി വന്ന് കുത്തിക്കയറി വന്ന് ഇവർ റോഡ് ബ്ലോക്കായപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ മാറ്റി കൊടുത്ത് ബേക്ക് ഇട്ടിട്ട് ഉമ്മാരെ ഉള്ളിൽ കയറ്റി ഒതുക്കിയത് ഉമ്മാരെ. അതേപോലെ ഉണ്ട് ഇവിടെ കണ്ട അതിൻ്റെ ഉള്ളിലും ഒക്കെ കിടക്കണം വണ്ടികൾ. നമ്മുടെ കുട്ടി ദേ കിടക്കണം. നമ്മുടെ കുട്ടി ദേ കിടക്കണം. എന്താ പറയുക, എന്താ ബ്ലോക്ക്. നമ്മളിവിടെ പെട്ടിട്ട് ഇപ്പോൾ 2ാം ദിവസം. ഞാൻ നേരത്തെ വീട്ടിൽ തുടക്കത്തിൽ പറയാം. നമ്മൾ ഇതിൻ്റെ പുറകിലൊരു ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പുറകിൽ ആ സമയത്താണ് ഇന്നലെ കിടന്നത്. അവിടെ നിന്ന് ഇന്നലെ രാത്രി വണ്ടി എടുത്തപ്പോൾ ഈ ബ്ലോക്കിലൊക്കെ പെട്ട് 10-12 കിലോമീറ്റർ. ഇനി ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ താഴെ ഉള്ളൂ ബോർഡറിലേക്ക്. 1 കിലോമീറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഇനിയിപ്പോൾ രാത്രി ഏത് നേരത്തെ വിടുകയെന്ന് പറയാൻ പറ്റില്ല. പെട്ടപ്പെട്ടെന്ന് പറഞ്ഞ് വണ്ടികൾ വിടുമ്പം അവിടെ പോയി തുടങ്ങാമെന്നുള്ള പരിപാടി. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് വണ്ടികൾ ഉണ്ടാകുക. അപ്പോൾ ആയി നിന്നു. അപ്പോൾ വണ്ടികൾ കുറച്ച് കഴിഞ്ഞാൽ വണ്ടികൾ വിട്ടു തുടങ്ങുമ്പോൾ പോകാമെന്നുള്ള പരിപാടിയാണ്. ഇന്നൊന്ന് പാസ്സായി കിട്ടിയാൽ മതിയായിരുന്നു ഇഷ്ടം. അല്ല ഇതൊക്കെ പിന്നെ ഈ പണിയിൽ പറഞ്ഞിട്ടുള്ളതല്ല, ഈ കിടപ്പും പോകണം മേടിക്കാൻ. ഇത് ഇങ്ങനെ ഞാൻ 10 വർഷം മുന്നേ 2014 ഇവിടെ മേഘാലയയിൽ 2 ആഴ്ച കിടന്നുണ്ട് മലയിടിച്ചിട്ട്. 2 ആഴ്ച. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വീഡിയോയിൽ പറഞ്ഞില്ലേ. ഇതൊക്കെ നമുക്ക് പുതിയുള്ള ഇത്. പിന്നെ ഇവിടെ കിടക്കുന്നത് പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ സൗകര്യമുണ്ട്. കവുങ്ങുന്തോട്ടങ്ങളുണ്ട്. കവുങ്ങുന്തോട്ടങ്ങൾ കണ്ടവനം കവുങ്ങാണ് മൊത്തം. മേഘാലയയിൽ കണ്ടവനം കവുങ്ങുണ്ട്. കവുങ്ങും റബ്ബർ കൃഷിയൊക്കെ ഉണ്ട് കണ്ടവനം ഇവിടെ. പിന്നെ ഇപ്പോൾ വണ്ടി കയറ്റി വെക്കട്ടെ. കയറ്റിയല്ല, പോകാനുള്ള സെറ്റപ്പ് അവിടെ. എല്ലാവരും കൂടെ നല്ല ഉറക്കുക. ഇപ്പോൾ നമ്മളും പോയി വണ്ടിയെല്ലാം ചായ എല്ലാം കുടിച്ച് ഒരു ചായ കുടിക്കാൻ തുടങ്ങി. ഒരു ചായയൊക്കെ കുടിച്ച് ചായയെല്ലാം കുടിച്ച് സെറ്റായിരിക്കട്ടെ. ഇപ്പോൾ സമയം കണ്ട 4:40 ഇവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇരുട്ടാവും. അപ്പോഴത്തേക്കും ചിലപ്പോൾ ഇന്നലെയൊക്കെ 6 മണിയാകുമ്പോഴത്തേക്കും വണ്ടി വിട്ടു. എപ്പോഴും വണ്ടി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പോകാമല്ലോ. ഭയങ്കര പൊടിയാണ് ഇവിടെ. എന്തായാലും ഈ റോഡ് പണി പറഞ്ഞേ ഭയങ്കര. ഒരു വണ്ടി പോകുമ്പോഴത്തേക്ക് എന്ത് പൊടിയാണെന്നറിയാം പറഞ്ഞേ. വണ്ടിയുടെ കാക്കൊക്കെ ഒരു കോലായി. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിർത്തട്ടെ. നാളെ ഇപ്പോൾ നമ്മൾ ഇന്ന് രാത്രി പാസ്സായി കഴിഞ്ഞാൽ ഈ 500 വണ്ടി വിടുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഒരു ദിവസവുമാർ 500 വണ്ടി വിടുള്ളൂ ഇവർ. ഈ 500ൻ്റെ കണക്ക് എന്താണെന്നറിയില്ല. ഇപ്പം ഇവിടെ നമ്മൾ ഈ വണ്ടി കിടക്കുന്നിടത്ത് തന്നെ വണ്ടിയുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തണം. നാളെ വിശേഷങ്ങളാണ്. നാളെ